ഹലോ, വെൽക്കം ടു അവർ സ്പെഷ്യൽ. ഇന്ന് നമ്മളിവിടെ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, കുതിർത്ത് വെച്ചിരുന്ന കടല ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കിംഗ് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യുകയാണ്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യണം. വെളുത്തുള്ളി മൂത്തപ്പോൾ സവോള, പച്ചമുളക് ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് വഴറ്റി കൊടുക്കുക. ഉള്ളി കുറക്കുന്ന വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം, വളരെ കുറച്ച് മാത്രം. ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവോള എല്ലാം തന്നെ ഇവിടെ ഇപ്പം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു സ്പൂൺ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല. ഞാനിവിടെ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം തന്നെ ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ്. പാക്കറ്റിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടികളൊന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് കടല വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇവിടെ കടല എല്ലാം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് നേരം തിളപ്പിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് ഇരിക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടല മാറ്റി ഉടച്ചെടുക്കും. ഈ കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിൽ തേങ്ങാപ്പാൽ ചേർക്കാം. അല്ലെങ്കിൽ ഈ കടലിൽ തന്നെ കുറച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് വീട്ടിൽ ചേർത്ത് കൊടുത്ത് ഒരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാമെന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നോക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കടലക്കറി തിളച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ പൊട്ടിച്ചെടുത്തത്, കടുക് താളിച്ചത് അത് ഇതിലേക്ക് ചേർക്കാണ്. ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കടുക് താളിച്ചതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് നമുക്ക് സെർവ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കടലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.